കഴിഞ്ഞ ദിവസം വരെ ദിവസങ്ങളിൽ അടിമകളായി ഇസ്രായേലിനെ അടക്കി ഭരിച്ചവർ അവരറിഞ്ഞില്ല ഇസ്രായേലിന് വേണ്ടി ജാഗരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. അബ്രഹാമിന്റെ സന്തതിക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനുണ്ടെന്ന് മിസ്രൈമ്യ ജനത അറിഞ്ഞില്ല. ദൈവം തന്റെ ഭക്തനായ മോശെ അങ്ങോട്ട് അയച്ചു. പല ബാധകളെ അവരുടെ മധ്യ അയച്ചു. എന്നാൽ മന്ത്രവാദികൾ ഓരോരുത്തരായി വെളിയിൽ വന്ന് മോശെ എന്ത് ചെയ്തോ അതേ കാര്യങ്ങൾ അവരും ചെയ്തു കാണിച്ചു. മോശയുടെ വടി താഴെയിട്ടപ്പോൾ അത് സർപ്പമായി. മന്ത്രവാദികളും വന്ന് അവരുടെ വടി താഴെയിട്ടു, അതും സർപ്പമായി തീർന്നു. ഫറവോയുടെ മന്ത്രവാദികൾ പറഞ്ഞു, മോശെ നീ എന്ത് ചെയ്താലും അതിൻ പ്രകാരം ചെയ്യാൻ കഴിയുന്ന മാന്ത്രിക ശക്തി ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ ഒരു കാര്യം അവിടെ വ്യക്തമാ, മന്ത്രവാദികളുടെ വടികൾ സർപ്പമായെങ്കിലും കൃപയുടെ വടി, മോശയുടെ കയ്യിലിരുന്ന വടിയും സർപ്പമായി. ഈ കൃപയുടെ വടി മറ്റ് സർപ്പങ്ങളെ വിഴുങ്ങിക്കളഞ്ഞു. കൃപ വെളിപ്പെട്ടാൽ അതിന് വിരുദ്ധമായിരുന്ന ഏത് അന്യാരാധനയുടെ ശക്തിയാണെങ്കിലും മോശയുടെ വടി സർപ്പമായപ്പോൾ മറ്റ് സർപ്പങ്ങളെ വിഴുങ്ങിയെങ്കിൽ കൃപ വെളിപ്പെട്ടാൽ അന്ധകാര ശക്തികൾ കീഴടങ്ങുവാൻ ഇടയായിത്തീരും. ഈ പകൽ നമുക്കാവശ്യം ഒരു ദൈവകൃപയാ, നമുക്കാവശ്യം ഒരു അഭിഷേകമാ. അഭിഷേകം വെളിപ്പെട്ടാൽ, ദൈവകൃപ വ്യാപരിച്ചാൽ ഒരു പൈശാചിക ശക്തിക്കും പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല.